السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ആദരണീയരായ ഉസ്താദുമാർ, പ്രിയം നിറഞ്ഞ മുത്താലിമീങ്ങളായ എൻ്റെ സഹപാഠി സുഹൃത്തുക്കൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇജാസുൽ ഖുർആൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഒരു പരിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥമാണ് ഖുർആൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. ഖുർആൻ അമാനുഷികമായൊരു ഗ്രന്ഥവും കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നത്. അല്ലാതെ ഒരു മനുഷ്യനിർമ്മിതിയല്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് വെളിച്ചം കാണിക്കാൻ വേണ്ടി, മനുഷ്യ സമൂഹത്തിന് വെളിച്ചം കാണിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച ദൂതനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിന്റെ തെളിവ് അള്ളാഹു പറയുന്നു, വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. തങ്ങൾ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനാണ് എന്ന് അറിയിക്കാൻ വേണ്ടി അള്ളാഹു സത്യം ചെയ്യുന്നു. വൽ ഖുർആനിൽ ഹകീം, യുക്തിഭദ്രമായ വിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. ഇന്നക ലമിനൽ മുർസലീൻ, തങ്ങൾ പ്രവാചകൻ തന്നെയാണ്, മറ്റു പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകൻ തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വിശുദ്ധ ഖുർആൻ അതിൻ്റെ പദങ്ങളെ പോലെയുള്ള പദങ്ങളോ അതിൻ്റെ തർത്തീബ് പോലെയുള്ള തർത്തീബുകളോ മറ്റൊരു മനുഷ്യ നിർമ്മിതിക്കും സാധ്യമല്ല. കാരണം വിശുദ്ധ ഖുർആൻ അമാനുഷികമാണ്. അള്ളാഹു വീണ്ടും പറയുന്നു, അലാ സിറാത്തിൻ മുസ്തഖീം, തങ്ങളുടെ ആ പരിശുദ്ധ വ്യക്തിത്വം തന്നെയാണ്, അത് സാക്ഷിയാണ് തങ്ങൾ പ്രവാചകനാണ് എന്നതിന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആ വ്യക്തിത്വം വളരെ പരിശുദ്ധമാണ്. ആർക്കും ഒരു പ്രശ്നവുമില്ലാത്ത, 40 വയസ്സ് വരെ ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല. എന്നാൽ 40 വയസ്സിന് ശേഷം, നുബുവത്തിന് ശേഷം തങ്ങളെല്ലാവരും അൽ അമീൻ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. എന്നാലും അവർക്ക് പ്രവാചകനാണ് എന്നതിന് അവർക്ക് വലിയ ദേഷ്യമായിരുന്നു. ഖുർആനിന്റെ മുഅ്ജിസ് 3 പണ്ഡിതന്മാർ തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ച പ്രവചനങ്ങളെല്ലാം അതൊന്നും പിഴച്ചിട്ടില്ല. കേവലം പായക്കപ്പൽ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, പിൽക്കാലത്ത് മല പോലെ ഉയർന്നു നിൽക്കുന്ന എഞ്ചിൻ കപ്പലുകൾ
വരുമെന്ന് പറഞ്ഞത് ഇവിടെ പുലർന്നിട്ടില്ലേ? 19-ാം നൂറ്റാണ്ടിലാണ് മനുഷ്യൻ അവന്റെ കൈവിരലുകളുടെ അത്ഭുതം മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആൻ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നു, മരിച്ചതിന് ശേഷം അവനെ പുനർജീവിപ്പിക്കുമ്പോൾ അവന്റെ കൈകൾക്ക് പകരം പുതിയ കൈകൾ നൽകിയാൽ ആ കൈ കൊണ്ട് ഒരു ഒപ്പ് വെച്ചാൽ മരിക്കുന്നതിന് മുമ്പ് അവന്റെ ഒപ്പ് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ഒരുപോലെയായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അത് 19-ാം നൂറ്റാണ്ടിലാണ് മനുഷ്യൻ അറിയുന്നത്. രണ്ടാമത്തെ തെളിവ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മിയാണ്. ഉമ്മി എന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നും അറിയുകയില്ല എന്നതല്ല, എഴുതിയും വായിച്ചും പഠിച്ചിട്ടില്ല എന്നതാണ്. 40 വയസ്സിന് ശേഷം അള്ളാഹു എല്ലാം നൽകി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തീരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോവാത്ത ഒരാൾ യൂണിവേഴ്സിറ്റി VC ആണെന്ന് പറഞ്ഞാൽ എത്ര അത്ഭുതമായിരിക്കും. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്ന കാര്യങ്ങളെല്ലാം അത് വളരെ ചിന്താർഹമായ കാര്യങ്ങളാണ്. എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കുന്ന ഒരു കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല 40 വയസ്സ് വരെ. 40 വയസ്സിന് ശേഷമാണ് അള്ളാഹു വഹി അറിയിച്ചുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങിയ ആയത്തുകളൊക്കെ എല്ലാ ഇൽമുകളും അള്ളാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുന്നത്. മൂന്നാമത്തെ തെളിവ്, ഖുർആനിന്റെ പദപ്രയോഗങ്ങൾ, ഖുർആനിന്റെ തർത്തീബുകൾ, അതിന്റെ ഭാഷാശുദ്ധി, ഇതെല്ലാം വളരെ അത്ഭുതകരമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിലൂടെ പറയുന്നു, വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വ ഇയ്യാഹും. ഇതേ ആശയം വരുന്ന ഒരായത്ത് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറയുമ്പോൾ അവിടെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ് എന്നാണ് അവിടെ പറഞ്ഞത്. എന്താണ് പറയുന്നത്? വലാ തഖ്തുലൂ ഔലാദകും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. മിൻ ഇംലാഖ്, ദാരിദ്ര്യം കാരണമായിട്ട് നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. നഹ്നു നർസുഖുകും വ ഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാണ്. അത് സൂറത്തുൽ ഇസ്രായിൽ എത്തുമ്പോൾ ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ മക്കളെ കൊല്ലരുത് എന്നാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് വർത്തമാനകാലത്ത് ദാരിദ്ര്യമുള്ളവരോടാണ്. രണ്ടാമത് പറയുന്നത് ഭാവിയിൽ ദാരിദ്ര്യമുണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ട് നിങ്ങൾ മക്കളെ കൊല്ലരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുമാത്രമല്ല, അതിനുശേഷം പറയുന്നത് നഹ്നു നർസുഖുകും വ ഇയ്യാഹും, അത് രണ്ടും വ്യത്യസ്തങ്ങളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആദ്യം പറഞ്ഞെടുത്ത് നഹ്നു നർസുഖുകും വ ഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാണ് എന്നാണ് പറഞ്ഞത്. കാരണം ഒന്നുമില്ലാത്തവരോട് നഹ്നു നർസുഖുകും എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പറഞ്ഞാൽ അത് പ്രശ്നമുണ്ടാക്കുകയില്ല. എന്നാൽ ഇപ്പോൾ സമ്പാദ്യമുള്ള ആളുകളോട് നഹ്നു നർസുഖുകും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു ധിക്കാരിയായതുകൊണ്ട് അവൻക്കത് ദഹിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നഹ്നു നർസുഖുഹും വ ഇയ്യാകും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവർക്കും നിങ്ങൾക്കും. ഖുർആൻ പിന്നെ തിരുത്തുന്നുണ്ട്, നഹ്നു നർസുഖുഹും വ ഇയ്യാകും, നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് അല്ലാഹുവാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ മഹത്വം മനസ്സിലാക്കി നല്ല നിലയിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.